അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിരുന്ന അതേ പ്രസക്തി ഇന്നുണ്ടാവണമെന്നില്ലല്ലോ. ആഴ്ചകൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം അത് തീർത്തും നിസ്സാരമാകും, ശരിയല്ലേ? നമുക്ക് ഇന്നത്തെക്കുറിച്ച് പറയാം. ചിലയിടത്ത് പല വിഭവങ്ങളുണ്ടാവും, എന്നാൽ ചിലയിടത്ത് വെറും പച്ചവെള്ളമായിരിക്കും. എന്ത് തന്നെയായാലും നമ്മളെപ്പോഴും അത് അന്നേ പറയാൻ പാടുള്ളൂ, അൽഹംദുലില്ലാഹ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ നോമ്പ് പറയാട്ടോ. എന്ന് വെച്ചാൽ ദിവസവും ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു ദിവസം, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ചെറിയ തത്രപ്പാടുകളാണ് ഈ വീഡിയോയിലുള്ളത്. നല്ല തരി കാച്ചിയത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, എന്നാലും ഞങ്ങളങ്ങനെയാണ് പറയുക, തരി കാച്ചിയത്. ഈ റവയൊക്കെ ഇട്ടിട്ട് പാലിൽ കാച്ചിയെടുക്കുന്ന സംഭവമില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പലരും പല പേരുകളിലാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നല്ല തരി കാച്ചിയതും പത്തിരിയും കോഴിക്കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പോരാത്തതിന് കിള്ളിട്ടപ്പം ഉണ്ട്. ഈ കിള്ളിട്ടപ്പം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്നാ അറിയാമോ? നമ്മളെ പഴമില്ലേ, ചെറുപഴം മൈദയൊക്കെ എടുത്ത് മിക്സാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ റോളാക്കി ചുടുന്നില്ലേ, അതാണ് നമ്മൾ കിള്ളിട്ടപ്പം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അൽഹംദുലില്ലാഹ്, ഇത് നമ്മുടെ നോമ്പറ ഉഷാർ തന്നെ കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ നോമ്പറ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വലിയ വലിയ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നു. എൻ്റെ മോളുടെ പുഞ്ചിരി കണ്ടാൽ അറിയില്ലേ, ഇതിനപ്പുറം നമുക്ക് വേറൊന്നും വേണ്ടല്ലോ. എൻ്റെ വോയിസിന് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെല്ലാം വരുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തരി കാച്ചുന്നതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അല്പം നെയ്യെടുക്കുക, അതിലേക്ക് ചെറിയ ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാലും, ഇതിലേക്ക് റവ വറുത്ത് കോരി വെച്ച റവ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുറക്കാൻ. ഇതിനും വലിയ വേറൊന്നും വേണ്ട. എന്താ പറയുക, ജ്യൂസൊക്കെ കുടിച്ച് തണുപ്പ് പറ്റാത്തവർക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. പക്ഷെ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട്, ഷുഗറുള്ളവർക്കൊക്കെ മധുരം പറ്റാത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ഇങ്ങനെ തരി കാച്ചിയതൊക്കെ. പക്ഷെ അന്ന് ഉണ്ടാക്കിയ ടേസ്റ്റൊന്നും ഇന്ന് കിട്ടുന്നില്ല കേട്ടോ. അതെന്താ എനിക്കറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് ഇതന്നെ എനിക്ക് കേട്ടോ. പണ്ട് ഉണ്ടാക്കുന്ന ആ രുചിയും മണമൊന്നും ഗുണമൊന്നും എന്താ ഇപ്പോൾ കിട്ടുന്നില്ല. നമ്മളിനി എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്താ പറയുക, എന്ത് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താലും ആ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നേ ഇല്ല. അതൊക്കെ പഴമയുടെ രുചി എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പൊലച്ചക്കേക്കുള്ള എന്ന് വെച്ചാൽ അത്താഴത്തിനേക്കുള്ള, നമ്മൾ പുലർച്ചെന്നൊക്കെ അങ്ങനെ പൊലച്ചക്കേക്ക് എന്നൊക്കെ പറയുന്നു കേട്ടോ. നമ്മളെ വർത്താനം അങ്ങനെയാണ്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അധികം അങ്ങ് മോഡലാക്കി പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മുടെ ഭാഷ നമ്മുടെ വായി തന്നെ ഉണ്ടാവുമല്ലോ. അത്താഴത്തിനേക്കുള്ള ചോറൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ നമുക്ക് പത്തിരിക്ക് കുഴക്കാവുന്നതായിരുന്നു. പത്തിരിയൊക്കെ കുഴച്ച് വെള്ളം വാട്ടി, വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടി വാട്ടി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പത്തിരിക്ക് കുഴക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ കിള്ളിയിട്ടപ്പം ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് കിള്ളിയിട്ടപ്പം മാവ് ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ പൊന്താനായിട്ട് വെക്കാമെന്നറിയില്ലേ, അപ്പോൾ അങ്ങനെ പുളിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ എടുത്ത് ഉണ്ടാക്കി നല്ല ഇങ്ങനെ പൊന്തി വരുള്ളൂ, കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചാലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഓരോ തിരക്കിൻ്റെ ഇടയിൽ ഓരോരോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മക്കളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടാവും, കരയുന്നുണ്ടാവും, അവരെ നോക്കണം. എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ പലർക്കും സമയം കിട്ടാറില്ല, ശരിയല്ലേ? നമ്മൾ എന്താ പറയുക, പിന്നെ ഓരോ കാര്യങ്ങളും അതാക്കണം ഇതാക്കണം എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ആകെ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നമ്മൾ ചിന്തിക്കും,
നാളെ എന്താ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അടുത്ത നേരം എന്താ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കെന്താ കൊടുക്കുക, അതെന്താ ചെയ്യുക, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? സ്ത്രീകളോട് ചോദിച്ചാൽ പലർക്കും അറിയാം. നമ്മൾ ഹസ്ബൻഡ്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്കെന്താ വീട്ടിൽ പണിയെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരേ ചോദ്യം അത്. ശരിക്കും പറഞ്ഞാൽ ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ്. ശരിയല്ലേ? നമ്മൾ തന്നെ ചിന്തിക്കും, ശരിക്കും നമുക്കെന്താ പണി? പിന്നെ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മൾ എടുക്കുന്നത് എന്തെന്നാണ് എന്നുള്ളത് കറക്റ്റായ ഒരു മറുപടിയിൽ പറയാൻ നമുക്കാവില്ല. നമ്മൾ എടുക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ശരിയല്ലേ?
ഞങ്ങളുടെ ഈ കൊച്ചു നോമ്പുതുറ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പോരായ്മകളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊന്ന് രക്ഷപ്പെട്ടൊക്കെ പോയിക്കോട്ടെ മാഷേ.